തോട്ടത്തിനൊരാൾക്ക് ഒന്നും ചെയ്യാത്തവർ ഗവൺമെൻറ്റാണ്. 12 കൊല്ലമായി ഈശ്വര അടച്ചിട്ട് ഒരുത്തരും വന്ന് തിരിഞ്ഞു നോക്കില്ല. സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ എല്ലാം കിട്ടുന്നുണ്ട്. 69 രൂപ 2014 കോടി, 2026 ആകുമ്പോൾ 43 രൂപ കൊണ്ടിരിക്കുകയാണ്. ഭരണം വരും. മറുനാടൻ സർവേ ടീം ഇപ്പോൾ ഉള്ളത് പീരുമേട് മണ്ഡലത്തിലെ ബോണാമി എസ്റ്റേറ്റിലാണ്. തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇത് നമ്മളിപ്പോൾ ഉള്ളത് ഒരു ചായക്കടയിലാണ്. ഈ ബോണാമി എസ്റ്റേറ്റിലെ ചായക്കടയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ നമുക്ക് ഒരുപാട് വോട്ടർമാരുണ്ട്. ഇവർക്ക് എന്താണ് പറയാനുള്ളത്? എങ്ങനെയുണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ വിലയിരുത്തുന്നു? ഇവിടെ തോട്ടത്തിനൊരാൾക്ക് ഒന്നും ചെയ്യാത്തവർ ഗവൺമെൻറ്റാണ്. 12 കൊല്ലമായി ഈശ്വര അടച്ചിട്ട് ഒരുത്തരും വന്ന് തിരിഞ്ഞു നോക്കില്ല. രണ്ടാമത് ശമ്പളം 69 രൂപ കൂടി ഉമ്മൻചാണ്ടിയാണ്. ഇനി ഒരു 10 കൊല്ലമായിട്ട് ഒരു 50 രൂപ കൂട്ടാത്തവർക്ക് സർക്കാരാണ് ഈ ഗവൺമെൻറ്. അതുകൊണ്ട് ഇവിടെ UDF-നെ വോട്ട് ചെയ്യുള്ളൂ. അതെ, ഒരു സംശയമില്ല. 69 രൂപ 2014 കോടി, 2026 ആകുമ്പോൾ 43 രൂപ കൊണ്ടിരിക്കുകയാണ്. ഇവർ പറയുക നിങ്ങൾ വന്ന 600 രൂപ കൂട്ടുന്നതൊക്കെ പറഞ്ഞാൽ. പക്ഷേ ഇവർ കാണിച്ച തോട്ടം തൊഴിലാളിക്ക് ഒന്നും ചെയ്യില്ല. ഞാൻ എനിക്ക് 80 വയസ്സായി. KP സെൽവമണി. തോട്ടത്തിൽ ഞാൻ തൊട്ടടുത്ത തോട്ടമാണ്. ഈ കമ്പനിയല്ല, മലക്കര കമ്പനി, നല്ല കമ്പനിയാണ് അവിടെ ചെയ്തത്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. തോട്ടം തൊഴിലാളിക്ക് ഒന്നും ചെയ്യാത്ത ഒരു സർക്കാരാണ്. അതുകൊണ്ട് ഇവിടെ LDF-ന് ഞങ്ങൾ വോട്ട് ചെയ്യാം. LDF-കാരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? എന്താ പറയുന്നത്? അദ്ദേഹം ഈ ചേട്ടൻ പറഞ്ഞതിന് അനുകൂലിക്കുന്നോ അതോ എതിർക്കുന്നോ? എതിർക്കുക. ആനുകൂല്യങ്ങൾ വികസനം, ഈ കേരളത്തിലെ വികസനങ്ങൾ ഏകദേശം ഉണ്ട്. ചേട്ടൻ തോട്ടം തൊഴിലാളിയാണോ? ഈ ചേട്ടൻ പറയുന്ന ആനുകൂല്യം ഒന്നും കിട്ടുന്നില്ല. ഉമ്മൻചാണ്ടി സർക്കാർ ശേഷം സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ ഈ തൊഴിൽ മേഖലയിൽ, തോട്ടം തൊഴിലാളി മേഖലയിൽ ഈ അടുത്ത കാലത്ത് കൂലി വർധന ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഈ മാസം കഴിഞ്ഞ ഇലക്ഷൻ പ്രമാണിച്ചാണോ? അല്ലല്ല, അതിന് മുന്നേ ഈ തുടർഭരണം വേണമെന്ന് ആഗ്രഹിക്കുന്നു. തുടർഭരണം വരും. ഇവിടെ സലീംകുമാർ ജയിക്കുമോ അതോ? സലീംകുമാർ ജയിക്കും. അപ്പൊ കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷം ഒന്നും ഇല്ലായിരുന്നല്ലോ. അപ്പൊ എങ്ങനെ ഇത്തവണത്തെ കാര്യം? ഇപ്രാവശ്യം വരും, ഉറപ്പാ. ചേട്ടന്റെ ആഗ്രഹം അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഭൂരിഭാഗം ആൾക്കാരും തൊഴിലാളികൾ കൂടെ ഭൂരിഭാഗം ആഗ്രഹത്തിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ബോണാമി എസ്റ്റേറ്റിലെ ചായക്കടയിലാണ്. നമ്മുടെ ചായക്കടയുടെ ഉടമയായ ചേട്ടനുണ്ട്. ചേട്ടാ, ഇവിടുത്തെ രാഷ്ട്രീയ ചർച്ചകളൊക്കെ എങ്ങനെയാണ്? ഈ ചായക്കടയിൽ രാഷ്ട്രീയം നിരോധിച്ചിട്ടുണ്ടോ അതോ? രാഷ്ട്രീയം നിരോധിച്ചിരിക്കുന്നു. അത് ശരി. അടി ഉണ്ടാവുമോ? ഈ രാഷ്ട്രീയ ചർച്ച പാടില്ല. ഞങ്ങൾ ഈ അഭിപ്രായ സർവേ എടുക്കുക കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല. ചേട്ടൻ എത്ര ആളാണ് ഇവിടെ ചായക്കട നടത്തുന്നത്? വർഷങ്ങളായിട്ടുണ്ട്. ഉണ്ട്. ഈ തോട്ടം തൊഴിലാളിയിലെ ഈ തോട്ടം മേഖലയിലെ ഈ തൊഴിൽ പ്രതിസന്ധികളും ഈ പിന്നെ നിങ്ങൾ ബാധിക്കുന്നുണ്ട്? ഉണ്ട്. ഗ്യാസൊക്കെ കിട്ടുന്നുണ്ടോ? ഇല്ല, ടൈറ്റാണ്. നമ്മൾ വില കൂട്ടിയോ സാധനത്തിനൊക്കെ? ഇല്ല, സാധനത്തിന് വില കൂട്ടിയില്ല. നമ്മളിപ്പോ വില കുറച്ചാ വിറ്റുകൊണ്ടിരിക്കുന്നത്. അത് ശരി. നിലവിൽ ഇപ്പൊ ഏറ്റവും വില കുറച്ചാ വിൽക്കുന്നത്. പക്ഷെ അതിന് ഗ്യാസ് നേരെ ആകുവാണെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ കൂട്ടും. മിക്ക ചായക്കടകളും ചായക്കൊക്കെ വില കൂട്ടിയിട്ടുണ്ട്. വില കൂട്ടി. ഇവിടെ കൂട്ടിയിട്ടില്ല. അപ്പം ഇനി കൂട്ടാനുള്ള സാധ്യത ഉണ്ട്. തൊഴിലാളികളായതുകൊണ്ട് കൂട്ടിയില്ല. അല്ല, ഈ തൊഴിലാളികൾക്കും പ്രതിസന്ധിയാണ്. ഈ ചായക്ക് പിന്നെ വില കൂട്ടിയാൽ വീണ്ടും നിങ്ങളെ ബാധിക്കുകയല്ലേ? ബാധിക്കും. അതുകൊണ്ടാണ് വില കൂട്ടാത്തത്. ഓക്കെ. ചേട്ടനെ തമിഴ്നാട്ടിൽ നിന്ന് വന്നാണോ അതോ ഇവിടെ തന്നെയുള്ള ആളാണോ? ഇവിടെ പിറന്നു വന്നതാണ്. തമിഴ് വംശജരാണ് അല്ലേ? തമിഴ് വംശജരാ. ഓക്കെ. നമ്മളൊക്കെ ഈ വീട്ടിലാരെങ്കിലും തോട്ടമേല ജോലി ചെയ്യുന്നുണ്ടോ? എന്റെ സഹോദരി ഉണ്ട്. അവർക്കൊക്കെ എങ്ങനെയാ കൂലിയൊക്കെ കൃത്യമാണോ? മലക്കര കമ്പനി നല്ല ഡീസന്റ് ആയിട്ട് പോകുന്നുണ്ട്. കൂട്ടിയിട്ട തോട്ടമല്ല, പ്രവർത്തനമുള്ള. ഇവിടെ എത്ര തോട്ടം പൂട്ടിക്കിടപ്പുണ്ട്? ഇവിടെ ഇവിടെ ബോണാമി എസ്റ്റേറ്റ്, അതിൽ 3 ഡീസന്റ് ഉണ്ട്. പിന്നെ കോട്ടമല വാഗമണ്ണി, പിന്നെ ചീന്തലാറ്. അപ്പൊ ഈ തേയിലയുടെ ഒക്കെ വിളവെടുപ്പ് എങ്ങനെയാണ്? വിളവെടുപ്പൊക്കെ ഓരോരുത്തർക്കും വീതിച്ച് കൊടുത്തിട്ടുണ്ട്. അവർ മെയിൻറ്റെയിൻ ചെയ്ത് എടുത്തോണം. ചേട്ടന്റെ പേരെങ്ങനെയാ? എന്റെ പേര് വർഗീസ്. ഓക്കെ. അപ്പോൾ തോട്ടം മേഖലയിൽ പ്രതിസന്ധി ഉണ്ടെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. അപ്പം മറുവിഭാഗം പറയുന്നു തോട്ടം മേഖലയിൽ പ്രതിസന്ധി ഇല്ല, വീണ്ടും LDF തന്നെ അധികാരത്തിൽ വരണമെന്നാണ് അവരുടെ ഉദ്ദേശം, അവർ ആഗ്രഹിക്കുന്നത്. എന്തായാലും വളരെ രസകരമായ ഒരു ചർച്ചയാണ് നമുക്ക് ഈ ചായക്കടയിൽ നിന്ന് കിട്ടിയത്.